അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട സഹോദരന്മാരെ, വളരെ രസമുള്ളൊരു സംഗതി നിങ്ങളുടെ മുമ്പിലേക്ക് അറിയിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ വോയിസിൽ വന്നിട്ടുള്ളത്, വീഡിയോ ചെയ്യുന്നത്. എന്താണെന്ന് വെച്ചാൽ വളരെ കൊട്ടിഘോഷിച്ചുകൊണ്ട് ഒരുപാട് ക്യാഷും ഒരുപാട് സമയവും ഒരുപാട് ആളുകളുടെ പ്രവർത്തനമൊക്കെ ചെലവഴിച്ച് ഒരു സ്റ്റേജ് കൊണ്ടുപോയി കെട്ടിയിട്ട് ആ സ്റ്റേജിൻ്റെ മുകളിൽ കയറിയിട്ട് തെറി അഭിഷേകങ്ങളും തോന്നിവാസങ്ങളും പറയുന്ന തെറിയൂർ കുഞ്ഞമ്മദ് എന്നാണ് ഓനെക്കുറിച്ച് പറയാറുള്ളത്. എങ്കിലും ആ ചങ്ങാതി കുരുവട്ടൂർ ആലയത്തിലെ ഏറ്റവും വലിയ തെറി പ്രഭാഷകൻ എന്ന് മാത്രമല്ല, പരിശുദ്ധ ഇസ്ലാമിലെ ഗ്രന്ഥങ്ങൾ ഹറക്കത്തിടാത്ത അറബി ഒരക്ഷരം പോലും വായിക്കാൻ അവനെ കൊണ്ട് കഴിയൂല. മാത്രമല്ല, ഖുർആനിലെ പല ആയത്തുകളും നോക്കി ഓതിയിട്ട് പോലും തെറ്റിച്ച ഈ വിദ്വാൻ, അവൻക്കെതിരെ ആര് എന്തൊക്കെ പറഞ്ഞാലും അവർക്കെതിരെ നഖശികാന്തം അവരെ എതിർക്കുക എന്നുള്ള സിസ്റ്റമാണ് സ്വീകരിച്ചിരിക്കുന്നത്. എന്തേ കാരണം? ഗ്ലോബൽ വില്ലേജിൽ മദാമകൾക്കിടയിലൂടെ സ്വന്തം പെണ്ണുങ്ങളുടെ ഔറ നടന്നിരുന്ന അവൻ്റെ ചേക്കുട്ടിപ്പാപ്പയാകുന്ന കുരുവട്ടൂർ ചേക്കുട്ടി, ആ ചേക്കുട്ടിക്കെതിരെ ആര് പറഞ്ഞാലും ഞങ്ങൾ ഉറഞ്ഞുതുള്ളും. ഈ അടുത്ത് ഇന്നലെ ദിവസങ്ങളിൽ അൻസാരി സുഹരി എന്ന് പറയുന്ന സോഷ്യൽ മീഡിയയിലൊക്കെ വളരെയധികം ഇടപെടുന്ന ഒരു ഉസ്താദ്, ആ ഉസ്താദ് പറഞ്ഞ ആ വിഷയത്തിനെ ഇവരുടെ കാല് നിൽക്കുന്ന വിഷയത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ആ കാല് നിൽക്കുന്ന വിഷയത്തെക്കുറിച്ച് ഒരു അക്ഷരം പോലും പറയാൻ കഴിയാതെ ഇവർ വ്യക്തിഹത്യ ചെയ്യുന്ന നല്ലൊരു രംഗം നിങ്ങൾക്ക് കാണിച്ചു തരാം. പക്ഷേ അതല്ല രസം. വ്യക്തിഹത്യ ചെയ്ത് സ്റ്റേജിൽ നിന്ന് മൈക്ക് ഓഫാക്കുന്നതിന് മുമ്പ് തന്നെ അണ്ണാക്കിലിട്ട് പൊട്ടിക്കുക എന്ന് പറഞ്ഞതുപോലെ അൻസാരി സുഹരി കണക്കിന് കൊടുത്തു. ഇൻഷാ അല്ലാഹ് 2 ക്ലിപ്പും കൂടി നിങ്ങൾക്ക് കാണാം. ഒരു സുഹരി അത്രേ, അത് ഞങ്ങളെ തൃശ്ശൂർ ജില്ല എന്നുള്ള ഒരു ബിരുദം കൊടുക്കുന്ന സ്ഥാപനം. ഇതോന്റെ ഉസ്താദ മാടവനെ ബ്രൈറ്റ് വലിയത് കേൾക്കണില്ലെന്നാ ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ ഏത് ദീൻ, അത് എന്ത് ശൂന്യവൻ? അല്ലാഹുവിന്റെ റസൂലിന്റെ കഫേ അതുകൊണ്ട് കയ്യിലേക്ക് കിട്ടിയപ്പോ, എടാ സുഹരി, ഞങ്ങളെ കരളിന്റെ കഷ്ണമായ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ സറഫാക്കപ്പെട്ട ഉമീര് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരിറ്റ് കഫം ഞങ്ങൾക്ക് കിട്ടുമെങ്കിൽ അതാണ് ഞങ്ങൾക്ക് ഏറ്റവും വലുത്. മോനെ തൊഴിയൂരെ കുഞ്ഞമ്മദേ, അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ട എന്തും ഈ കരങ്ങളിലേക്ക് കിട്ടിയാൽ ഞങ്ങളത് കയ്യിൽ സ്വീകരിക്കും, ഞങ്ങൾ ശരീരത്ത് പുരട്ടും. ഇതിലൊന്നും ഞങ്ങൾക്ക് യാതൊരു തർക്കവും പ്രശ്നമില്ല. പക്ഷേ അതുകൊണ്ട് കോമാട്ട് ചാനലിൽ അബ്ദുള്ളയുടെ കൈയും കാലും മുത്താന്ന് നീ തെളി പിടിച്ചു വന്നു കഴിഞ്ഞാൽ അങ്ങനെ മുത്തിയിട്ട് കിട്ടുന്ന സുന്നിപ്പട്ടം നീയും നിന്റെ ഓളും കൂടെ അങ്ങ് വാങ്ങിയാൽ മതി. അത് ഞങ്ങളുടെ കൈ കൊണ്ട് തരണ്ട. നിന്റെ മച്ചായിക്കും ചെയ്ക്കും നീ അങ്ങ് കൊണ്ടിടന്നാൽ മതി. അതിനൊന്നും ഞങ്ങൾ വിളിക്കണ്ട. അതുകൊണ്ട് കിട്ടുന്ന സുന്നിപ്പട്ടം അങ്ങനെ ചെയ്താലേ ഈ കാര്യം ഇതുപോലെ നക്കിയെങ്കിലും മുത്തിയെങ്കിലും മാത്രമേ സുന്നിപ്പട്ടം കിട്ടിയുള്ളൂ. ആ സുന്നിപ്പട്ടം എനിക്കിതേ നീ ഇത് അവിടെ കൊണ്ടുവച്ചോ. അൻസാരി സൂരിക്ക് സുന്നിപ്പട്ടം തരാം. അൻസാരി സൂര്യനെ സുന്നിയായിട്ട് അംഗീകരിക്കും. എന്ത് ചെയ്യണം? ഇവന്റെ മച്ചായിക്കിന്റെ കാല് പിടിച്ചിട്ട് പിന്നെ എവിടൊക്കെ തടവണം, എവിടൊക്കെ മുത്തണം. നീ നിന്റെ അവളോടെ പോയി മുത്ത്. എന്റെ മച്ചായിക്കിന്റെ കാല് മുത്താൻ വന്നിരിക്കുന്നത്. അങ്ങനെ കാല് മുത്തിയിട്ട് കാല് നക്കിട്ട് കിട്ടുന്ന ഒരു പട്ടവും വേണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ തങ്ങളും കിഴക്കേക്കരയിലെ ഹബീബിക്ക ഒന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്ത് ആദരിച്ച് ബഹുമാനിച്ച് അതിന്റെ ഭാഗമായി ചെയ്തൊക്കെ ആ കിഴക്കേക്കരയിലെ ഹബീബിക്ക ചെയ്താൽ കാണിക്കണം. അത് നീ നിന്റെ ഒളുകൂടെ പോയി ചെയ്യണം. അവൻ സുന്നിപ്പട്ടം തരാൻ വന്നിരിക്കുന്നത് ഓളാടുത്തുണ്ട്. കുഞ്ഞമ്മദേ, ഒരു കാര്യം മനസ്സിലാക്കുക. ഇതിന്റെ ഇടക്ക് നീ വലിയൊരു ഡയലോഗ് ഇട്ട. ആ ഡയലോഗാണ് ഇവിടെ പ്രസക്തി എന്ന് പറഞ്ഞ് കേട്ടെ. പേരിപ്പ എന്തായിട്ടും കാര്യമൊന്നുമില്ല. പേരിപ്പ എന്തായിട്ട് എന്താ? അബ്ദുറഹ്മാൻ സലഫി ഉണ്ട്, അബ്ദുറഹ്മാൻ സക്കാഫി ഉണ്ട്. 2 വഹാബീസ പറയണത്. അബ്ദുറഹ്മാൻ സലഫിയുടെ വാദം എന്താ? അള്ളാഹുടെ റസൂലിന് അയലുണ്ട്. അബ്ദുറഹ്മാൻ സക്കാഫി ഇവിടെ വന്ന പേരുകൊണ്ട വാദം എന്താ? അള്ളാഹുടെ റസൂലിന് ഇടക്കിടക്കുന്ന അയലുണ്ട്. അബ്ദുറഹ്മാൻ സലഫി, അബ്ദുറഹ്മാൻ സക്കാഫിയും. ഈ അബ്ദുറഹ്മാൻ സക്കാഫി ഉണ്ടല്ലോ പേരോട്, അബ്ദുറഹ്മാൻ സക്കാഫിനെ കൊണ്ട് ഒരു മനുഷ്യൻ മുറുത്തതായിട്ടില്ല. പക്ഷെ നിന്റെയൊക്കെ പ്രസംഗം ഈ സമീപകാലത്ത് എന്റെ ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പോഴും കിടപ്പെട്ട വോയിസ് ഞാൻ സ്ക്രീൻ റെക്കോർഡ് വെച്ചിട്ടുണ്ട്. ഒരു ചെറുപ്പക്കാരൻ അള്ളാഹുവിന്റെ ദീന് പുറത്തു പോകാൻ കാരണം നീയൊക്കെ ഷെയ്ഖുന മടവൂരിനെ കുറിച്ച് പറഞ്ഞ ഇല്ലാ കഥകളാണ്. എന്തെല്ലാം കള്ളത്തരമാണ് നീ തട്ടിവിടുന്നത്. ഷെയ്ഖുന മടവൂർ അള്ളാഹുവിന് വേണ്ടി ജീവിച്ച് അള്ളാഹുവിന് വേണ്ടി മരണപ്പെട്ട ഒരു സ്വാത്വികനായ മഹാത്മാവിനെ കുറിച്ച് ഇല്ലാ കഥകൾ പറഞ്ഞ് പരിധി വിട്ട പറഞ്ഞ് ഒരുപാട് ചെറുപ്പക്കാർ ഈ അപഹാസ്യത്തിന് ട്രോളും കണ്ട് അള്ളാഹുവിന്റെ ദീന്റെ പുറത്തു പോയിട്ടില്ലേ? പേരുടെ സ്ഥാനം കൊണ്ട് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? നീയൊക്കെ തന്നെയാണ് ദോഷം. നീയൊക്കെ ഒരു വേള ചിന്തിക്കടാ. നിന്റെയൊക്കെ പ്രശ്നം കൊണ്ട് ഈ സമുദായത്തിന് എന്താ ഗുണം? നിന്റെയൊക്കെ പോസ്റ്റർ എന്താ? വെട്ടിക്കീറും, കുഴിച്ചു മൂടും. എല്ലാ മാസവും നിങ്ങൾ കുഴിച്ചു മൂടുന്നുണ്ടല്ലോ. ആരെ കുഴിച്ചു മൂടിയത്? എല്ലാ മാസം കുഴിച്ചു മൂടാണ്. ഒന്ന് മൂടി കഴിഞ്ഞാൽ പിന്നെ അത് തീർന്നില്ലേ? എല്ലാ മാസം മൂടുവാണ്. നിങ്ങൾ 4 ആളും ഒരു വണ്ടിയും കുറെ ആളുകളെയും കൊണ്ട് എവിടെയെങ്കിലും കൊണ്ട് ഇതുപോലെ കുറെ ഒച്ചപ്പാടുണ്ടാക്കിയപ്പോൾ ഉമ്മത്തിന് എന്ത് ഗുണപ്പെടാ? നയാ കാഴ്ചന്റെ ഗുണമുണ്ടാ ഉമ്മത്തിന് നിന്നെയൊക്കെ കൊണ്ട്? അട്ടോ ഓനെ നമ്മളെ സുന്നി പിടിപ്പിക്കാൻ പറയാം. നിന്റെ സുന്നിയൊന്നും നമുക്ക് വേണ്ട. ഞങ്ങൾക്ക് ഇവിടെ കൈ പിടിക്കാനും ഞങ്ങൾക്ക് നെഞ്ചോട് ചേർക്കാനും ഒക്കെ ഇവിടെ ജിഫ്രി തങ്ങളും എ പി സോദൊക്കെ ഉണ്ട്. ഞങ്ങൾ അവരെ ചേർത്ത് പിടിച്ചത് കൊണ്ട് നീ ഒന്ന് സുന്നി പട്ടം തരാം. നിന്റെ മഷായിഖിന്റെ കാല് പിടിക്കണമെങ്കിൽ നീ ആ കാലം നോക്കിയാൽ മതി. ഞങ്ങൾക്ക് ആ കാലം നോക്കാൻ പറയണ്ട. നിന്റെ മഷായിഖിനെ നീ അങ്ങ് കാല് പിടിച്ചാൽ മതി. ഞങ്ങൾക്ക് ആ കാല് പിടിച്ചിട്ട് കിട്ടുന്ന ഒരു പുണ്യവും ഇനി വഹാബി എന്നല്ല, ഇനി ആ സാക്ഷാൽ മുർത്തതെന്ന് വിളിച്ചാലും എന്റെ മൂക്ക് ഈ മണ്ണിൽ കുത്തുന്നത് വരെ നിന്റെ ഒന്ന് ഈ കോമാളിത്തരെ അംഗീകരിച്ചിട്ട് കിട്ടുന്ന ഒരു സുന്നിപ്പട്ടവും എനിക്ക് വേണ്ട എന്ന് എനിക്ക് പറയാനുള്ളത്. നിന്റെ ഒന്ന് സുന്നി എനിക്ക് വേണ്ട. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആരാണെന്ന് എന്നെ കേട്ടിരിക്കുന്ന മനുഷ്യർക്കുണ്ട്. ഞാൻ മൗത്തോളം ഈ ബഹുമാനപ്പെട്ട എ പി ജിഫ്രി തങ്ങളൊക്കെ നയിക്കുന്ന സുന്നത്തമായതിന് കൂടെ ആയിരിക്കും. പക്ഷേ നീയൊക്കെ കാണിക്കുന്ന കോമാളിത്തരങ്ങൾ അംഗീകരിച്ചുകൊണ്ടുള്ള സുന്നിപ്പട്ടം എനിക്ക് ആ ചുണ്ണിപ്പട്ടം വേണ്ട. ആ ചുണ്ണിപ്പട്ടം നീ 4 ആയിട്ട് മടക്കിട്ട് അങ്ങോട്ട് വെച്ചോളി. സുമേഷ കറക്ക്
നന്നായിട്ട് കറക്ക് നല്ല സ്പീഡിന് പോളൂ ഫസ്റ്റ് സെക്കൻഡിൽ കറക്കണ